എയിംസ് എവിടെ മറ്റേ മോനെ? എയിംസ് വരും മറ്റേ മോനെ. എയിംസിന്റെ പ്രഖ്യാപനം വന്നില്ലല്ലോ മറ്റേ മോനെ. എല്ലാ മോന്മാരും എവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എയിംസ് വരാൻ ആ സ്ഥലത്തിന് ചില യോഗ്യതകളുണ്ട്. അപ്പൊ ഇതൊന്ന് കണ്ടുനോക്കാം. പറയുന്ന നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. ഒന്ന്, 200 ഏക്കർ സ്ഥലമുള്ള 3 മുതൽ 4 സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്യണം. അതിൽ നിന്ന് ഒരു സ്ഥലമാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് നിശ്ചയിക്കുന്നത്. രണ്ടാമത്, വാട്ടർ കണക്ടിവിറ്റി വേണം. മൂന്നാമത്, 4 ലെയിൻ കണക്ടിവിറ്റി വേണം. 4, ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണം. ഈ പറയുന്ന നിബന്ധനകൾ ഒന്നും പാലിക്കാതെ 151 ഏക്കർ മാത്രമുള്ള കിനാലൂർ മാത്രമേ കേരള ഗവൺമെന്റ് ഇതിനു വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുള്ളെന്നും അത് ഞങ്ങൾക്ക് വിവരാവകാശ രേഖ പ്രകാരം കിട്ടിയിട്ടുള്ളതുമാണ്. ഇതിനെതിരായി ഞങ്ങൾ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി WPC 23-001/24 ഡേറ്റഡ് 27/3/25 നിബന്ധനകൾ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഈ നിബന്ധനകൾ പാലിച്ചു മാത്രമേ എയിംസ് സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉത്തരവായിട്ടുള്ളതാണ്. ഈ നിബന്ധനകളെല്ലാം പാലിക്കുന്ന മേവള്ളൂരിലെ HNLന്റെ പഴയ സ്ഥലമായ ഇപ്പോൾ KPPLന്റെ സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനും എല്ലാ ബാക്കിയുള്ള നിബന്ധനകളും പാലിക്കുന്ന 200 ഏക്കർ കൊടുക്കാവുന്നതാണ്. ഈ നിബന്ധനകൾ പാലിക്കാതെ കിനാലൂരിൽ മാത്രം കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. നിയമം വിട്ട് എയിംസിന് കേന്ദ്ര ഗവൺമെന്റിന് സാങ്ഷൻ ചെയ്യാൻ ഹൈക്കോടതിയും അനുവദിക്കുന്നതല്ല. ഇനി ഇത് മറ്റേ സംഘപരിവാർ അജണ്ടയാണോ നോക്കാൻ ഞാൻ വെറുതെ അടിച്ചു നോക്കി ഗൂഗിളിൽ. എയിംസിന്റെ എല്ലാ സ്ഥലത്തിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ്? 200 ഏക്കർ മിനിമമാണ്. അതേപോലെ തന്നെ അവിടെ പവർ സപ്ലൈ വേണം. അതേപോലെ തന്നെ വാട്ടർ സപ്ലൈ വേണം. അതേപോലെ തന്നെ ലാൻഡ് എന്ന് പറയുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ് കൊടുക്കേണ്ടത്. പ്രൊപ്പോസിഷനിൽ 3-4 പ്രൊപ്പോസൽ കൊടുക്കണം. അതിലൊരു സ്ഥലമാണ് എടുക്കുക. റെയിൽവേ കണക്ടിവിറ്റി ഇതൊക്കെ അതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ടൈറ്റിൽ ഹോൾഡേഴ്സ്, സോയിൽ എങ്ങനത്തെ ആയിരിക്കണം, ലാൻഡ് എങ്ങനത്തെ ആയിരിക്കണം, അതേപോലെ തന്നെ പ്രൈവറ്റ് അക്വിസിഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്ലിയറൻസ് എങ്ങനെ വേണം, ഇതൊക്കെ വ്യക്തമായിട്ട് നിർദ്ദേശമുള്ളതാണ്. അപ്പോൾ എല്ലാ മോന്മാരും എല്ലാ അച്ഛന്മാരും എല്ലാവരും കൂടി നോക്കുക. കേരളത്തിന് ഒരു എയിംസ് കിട്ടിയാൽ നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് അഭിപ്രായമുള്ളൂ. അല്ല എത്ര മോന്മാർ കൊണ്ടുവന്നാലും വേണ്ടില്ല, എത്ര അച്ഛന്മാരുണ്ടായാലും വേണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.